ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോയായിരുന്നു കേട്ടോ. അതിനെപ്പറ്റിയുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ നേര്യമംഗലം പാലം ആണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതലാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ നേര്യമംഗലം പാലത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ നേര്യമംഗലം പാലം. നമ്മൾ പോകുമ്പോഴൊക്കെ നല്ല വ്യൂ ആണ്. പാലത്തിന് നേരെ മുകളിലായിട്ട് നമുക്ക് നോക്കുമ്പോൾ വലിയ മലനിരകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പാലമൊക്കെ ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ മല കയറാൻ തുടങ്ങി കേട്ടോ, ചുരം കയറാൻ തുടങ്ങി. അപ്പോൾ അവിടെ റോഡിലൊക്കെ കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൈഡ് ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന, അതായത് തിട്ടൊക്കെ ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. മഴക്കാലമൊക്കെ വരുമല്ലേ, വളരെ നല്ലൊരു പ്രവർത്തനമാണ്. അപകടങ്ങളൊക്കെ ഒത്തിരി ഒഴിവാകുമല്ലോ. അങ്ങനെ നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസ് ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ഈ വാട്ടർഫോൾസ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞങ്ങൾ പോയപ്പം ഈ ഒരു രീതിയിലായിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത്. അധികം വെള്ളമൊന്നുമില്ല, അത്ര രീതിയിലായിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നാർ ഏകദേശം വന്നിരിക്കുകയാണ് കേട്ടോ. എന്ത് നല്ല സ്ഥലമാണെന്ന് നോക്കിയേ. നമ്മൾ ഒത്തിരി പ്രാവശ്യം നമ്മൾ മൂന്നാർ പോയിട്ടും കാണുന്നതും ഒക്കെയാണ്. എന്നാലും നമ്മൾ എപ്പോൾ ചെന്നാലും നമുക്ക് ഇതുവരെ കാണാത്ത സ്ഥലത്തോട്ട് പോയ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് പലപ്പോഴും തോന്നുന്നത്. എത്ര കണ്ടാലും കൊതി തീരത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ ഒരു കുരങ്ങൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുരങ്ങന്മാർ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ വേസ്റ്റും, ആൾക്കാരൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാമാണ് അവർ കഴിക്കുന്നത്. വേസ്റ്റൊക്കെ ഇഷ്ടം പോലെ വരുന്നത് കാരണം ടൂറിസ്റ്റൊക്കെ ഒത്തിരി ഉള്ള സ്ഥലമല്ലേ. അപ്പോൾ വേസ്റ്റ് ആൾക്കാർ തിന്നിട്ട് കളയുന്ന ഫുഡിൻ്റെ ബാക്കി വരുന്ന എല്ലാം ഇവന്മാരാണ് കേട്ടോ ചെയ്യുന്നത്. ഇവന്മാർ എല്ലാവരും അടുത്തോട്ട് പോകുന്നുണ്ട്, ഞോണ്ടാനൊക്കെ നോക്കുന്നൊക്കെയുണ്ട്. അതേ ഒരാൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. രസം കേട്ടോ ഇവരുടെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് വട്ടവടയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേനും മഴ പെയ്തു കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ പോയപ്പോൾ മുതൽ നല്ല മഴയുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. വട്ടവട എത്തുന്നത് വരെ ഏകദേശം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പം. അങ്ങനെ നമ്മൾ വട്ടവടയ്ക്ക് പോവാണ്. അങ്ങനെ നമ്മൾ വട്ടവട എത്തി. വട്ടവട എത്തിയപ്പോൾ കണ്ടൊരു സ്ഥലമാണ് ചെറിയ മൊട്ടക്കുന്ന് പോലത്തെ ചെറിയ ചെറിയ കുന്നുകൾ, ചെറിയ പുല്ലുകൾ. അത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇത് പൈന്മരമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പൈന്മരക്കാട് കാണുന്നു. കുറേ നേരം കുറച്ചേറെ ദൂരം ഇത് തന്നെയായിരുന്നു കേട്ടോ കാഴ്ച. അവിടെ എല്ലാം മരമൊക്കെ കുറേ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇതിപ്പം ഫോറസ്റ്റുകാർ ഇങ്ങനെ വെട്ടിക്കളഞ്ഞാണോ തീയിട്ടതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. തീ ഇട്ടതുപോലെയുള്ളൊരു രീതിയായിരുന്നു. ഇനി കാട്ടുതീയാണോ എന്നും അറിയത്തില്ല. ഇങ്ങനെ കുറേ തീയിട്ട് നശിപ്പിച്ചിട്ട പോലെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള വഴിയിലൂടെ നമ്മൾ പോവാണ്. ഫോറസ്റ്റിൻ്റെ ഒക്കെ ഏരിയ ആണ് കേട്ടോ ഇത്. കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള മേഖലയാണ്. എങ്കിലും ഇടയ്ക്ക് തലയ്ക്കൊക്കെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു രസമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി പോയപ്പോൾ. അതുപോലെ നമ്മൾ അങ്ങനെ വട്ടവട എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് വട്ടവട. വളരെ നമ്മൾ എനിക്ക് കാറിൽ കൂടി പോകുമ്പോൾ ഒരു പ്ലെയിനിൽ കൂടി നമ്മൾ ആകാശത്തോട് പോകുമ്പോൾ താഴോട്ട് നോക്കുന്ന കാഴ്ച പോലായിരുന്നു എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല രസമായിരുന്നു. കുറേ വീടുകൾ, അവരുടെ കൃഷികൾ, ചെറിയ മലനിരകൾ, അങ്ങനെ നമ്മൾ വട്ടവട കണ്ടു. വളരെ നല്ല കാഴ്ചകൾ, നമ്മളെ മനസ്സിനെ ഒത്തിരി ഇതാക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജീപ്പിനാണ് കേട്ടോ നമ്മൾ വട്ടവടയൊക്കെ കാണാൻ പോയത്. ഞങ്ങൾ ഒരു ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജീപ്പിനാണ് കേട്ടോ നമ്മൾ വട്ടവടയെല്ലാം കാണാൻ പോയത്. കാരണം അവിടെ എല്ലാം ഓഫ് റോഡാണ്. നമുക്ക് ആർക്കും അങ്ങനെ കാറൊന്നും ആയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ വരുന്നവരെല്ലാവരും, ടൂറിസ്റ്റ് എല്ലാവരും തന്നെ ജീപ്പിലാണ് നമ്മൾ വട്ടവട ഫുള്ള് കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്കൊരു 2.5-3 മണിക്കൂറോളം ഞങ്ങൾ ഒരു ജീപ്പ് വിളിച്ചായിരുന്നു. അപ്പോൾ 2500 രൂപയായിരുന്നു തോന്നുന്നു ഞങ്ങൾക്കായത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അതിനകത്ത്. അപ്പോൾ നമ്മൾ അവരുടെ പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ വട്ടവട ഫുള്ളായിട്ട് അവർ കൊണ്ട് കാണിക്കും. അങ്ങനെ പിന്നെ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലാണ് കേട്ടോ വന്നത്. കുറച്ച് സ്ട്രോബെറീസൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി ഇല്ലായിരുന്നു, എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറിയൊക്കെ വിളഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടുന്ന് കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഹണി മ്യൂസിയത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫസ്റ്റ് നമുക്ക് കുറച്ചേറെ ചെടികൾ, പൂക്കൾ ഒക്കെ നട്ട് അതിന് നടുക്കൂടൊക്കെ നമുക്ക് നടക്കാം കേട്ടോ. നല്ലൊരു രസമായിരുന്നു കേട്ടോ. കുറേ ചെടികളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സ്ട്രോബെറി ഉണ്ടായിരുന്നു, സൂര്യകാന്തി, അങ്ങനെ പല പല മോഡൽ ചെടികളൊക്കെ ഇഷ്ടം പോലെ വളഞ്ഞു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ഊട്ടി ഫ്ലവറോ അങ്ങനെ എന്തോ ഒരു പൂവുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് നിൽക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. വേറൊരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എന്തോ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ. ഞാനത് സൂം ചെയ്തെടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ തേനിൻ്റെ പല രീതിയിലുള്ള തേനുകൾ, പല രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തേനുകളൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത്. അത് വാങ്ങിക്കാനും കിട്ടും. ഞങ്ങൾ തേനൊന്നും മേടിച്ചില്ല, എങ്കിലും അതെല്ലാം കയറി കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്താ സൂര്യകാന്തി പൂവാണ് കേട്ടോ നിൽക്കുന്നത്. കണ്ടോ എന്താ വലുപ്പമാണെന്ന് നോക്കി. തണുപ്പുള്ള പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ പൂക്കൾ വളരുമല്ലേ. കണ്ടപ്പോൾ ഞങ്ങൾ ചെടി സ്നേഹികളായതുകൊണ്ട് കണ്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു കേട്ടോ. ചെടികളൊക്കെ കണ്ടപ്പോൾ നമുക്കിവിടെ ചൂടായതുകൊണ്ട് ഇത്രയും പൂക്കളും കാര്യങ്ങളും ഒന്നും വളരത്തില്ലല്ലോ. അവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ഒത്തിരി പൂക്കളൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ. ഇത് കണ്ടോ, ഇതെന്തുവാണെന്ന് മനസ്സിലായില്ല കേട്ടോ. പിന്നെ നമ്മൾ അവരുടെ മ്യൂസിയത്തിലാണ് കേട്ടോ കയറാൻ പോയത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തെടുത്തു നിന്ന് നമുക്കൊരു ചെറിയ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രീ പാസ്. അല്ലെ ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ കയറുന്നതിന്. ഞങ്ങൾക്ക് അങ്ങനെ അവർ അവിടെ നിന്നൊരു കാർഡ് തന്നുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് കയറി. അപ്പം തേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്, തേനീച്ചകൾ എങ്ങനെയാണ് തേൻ ആക്കുന്നത്, അങ്ങനെയുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു ഡെമോൺസ്ട്രേഷനാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൊച്ചു കുട്ടികളൊക്കെ കാണുമ്പം പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. പല തേനീച്ചകൾ, അവയുടെ വിശദ വിവരങ്ങളൊക്കെ കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലതായിരുന്നു. ഞങ്ങൾ എല്ലാം കയറി കണ്ടു. പക്ഷേ ഉള്ളിലോട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് എങ്ങനെയാണ് ഇത് തേൻ ഉൽപ്പാദിപ്പിക്കുന്നത്, തേനീച്ചകൾ എങ്ങനെ ഏതൊക്കെ തരത്തിലുണ്ട്, എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ് അവ തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മ്യൂസിയം അകത്തുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഫോൺ അലോഡ് അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടു. വട്ടവടയെല്ലാം കണ്ടിട്ട് തിരിച്ച് മൂന്നാറോട്ട് തന്നെ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാറിൻ്റെ ഹരിതാഭയും പച്ചപ്പും ഒക്കെ കണ്ട് ആസ്വദിച്ച് വണ്ടിയിൽ ഇങ്ങനെ തിരിച്ചു വരുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വന്നപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയി തിരിച്ചവിടെ നിന്ന് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹോട്ടലുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഒരു കടയിൽ കയറി മാഗിയൊക്കെ കഴിച്ചു. എന്തോ അവിടെ എല്ലാ കടകളും മാഗി ഉണ്ട് കേട്ടോ. മാഗി എല്ലാ കടകളും തന്നെ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഹോട്ടലുകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവരെല്ലാവരും മാഗി, മനുഷ്യർ എല്ലാവരും വിശന്ന് വരുമ്പോഴത്തേന് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം, വിശപ്പും മാറും. അപ്പോൾ തിരിച്ചിറങ്ങി വന്നപ്പം ഞങ്ങൾ കണ്ടിട്ട് പോയ രീതിയിലേ അല്ലായിരുന്നു കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം. ഭയങ്കര രീതിയിൽ കുത്തി ഒലിച്ച് വെള്ളം വരുമായിരുന്നു. അതും വെള്ളത്തിനൊരു മഞ്ഞ കളറ്, മഞ്ഞല്ലൊരു ഓറഞ്ച് കളറ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.